എല്ലാവരും സുഖമായിരിക്കുന്നോ? എന്നാ ഉണ്ട് വിശേഷം? നിങ്ങൾക്ക് ഈ മിറ്റം തൂക്കുന്നതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണോ? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അമ്മു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തൂക്കുന്നത്. അവളെ കണ്ടാണ് ഞാൻ ഇത്രയും മോട്ടിവേറ്റഡ് ആയത്. എങ്ങനെയൊക്കെ തൂക്കുക, ഏതൊക്കെ സ്റ്റൈലുണ്ട്. പുള്ളിക്കാരിക്കുള്ള ഹെയർ സ്റ്റൈൽ പോലെയാണ് ഓരോ സൈഡും തൂത്തു വരുന്നത്. അപ്പോൾ അവളെൻ്റെ അടുത്ത് ഇങ്ങനെ കാണുമ്പോൾ പറയും, വീടും പരിസരമൊക്കെ വൃത്തിയായിടുന്നതല്ല അതിൻ്റെ ഒരു മര്യാദ. വീട്ടിലിരിക്കുമ്പോൾ നമ്മളും വീടിൻ്റെ ഒരു കണ്ണാടിയല്ലേ, അങ്ങനെയൊക്കെ പറയും. പുള്ളിക്കാരി ഇത്തിരി സാഹിത്യകാരിയൊക്കെയാണ് കേട്ടോ. പിന്നെന്താ, അവിടെ കുറച്ച് തൂത്തൊക്കെ വാരി വൃത്തിയൊക്കെ ഇട്ടു. പിന്നെ ചെടിയൊക്കെ ഇങ്ങനെ നോക്കി ഓരോ പൂക്കളൊക്കെ കണ്ടു. ഓരോ പൂക്കൾ കാണുമ്പോഴും ഭയങ്കര ഭംഗിയാണ്. കാരണം നമ്മളുടെ മുറ്റത്തൊരു പൂ ഉണ്ടായി നിൽക്കുമ്പം നമുക്ക് പറിക്കാൻ തോന്നില്ല. പക്ഷേങ്കിൽ നമ്മളൊരു പൂക്കടയിൽ ചെന്നിട്ട് എത്ര പൂ വേണമെന്ന് ചോദിക്കുമ്പോഴാണ് അതിൻ്റെ വില കേൾക്കുമ്പോൾ എൻ്റെ ദൈവമേ ഇത്രയും വിലയാണോ എന്നൊക്കെ ഒരു സംശയം വരുന്നത്. അപ്പോൾ അമ്മുവിൻ്റെ മോട്ടിവേഷനാണ് എൻ്റെ മോട്ടിവേഷന്. അപ്പോൾ അമ്മുവിൻ്റെ വീട് എൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ അങ്ങനെയാണ് ഞാനിങ്ങനെ തൂക്കാനൊക്കെ പഠിച്ചത്. പിന്നെ തൂക്കുന്നത് പറഞ്ഞാൽ അത്ര നല്ല ജോലിയൊന്നുമല്ല, നമുക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ കൈയൊക്കെ വേദനിക്കും. പക്ഷേ ഇത് കണ്ടോ, കുറച്ച് തൂത്തൊക്കെ വാരി നമ്മുടെ മിറ്റം പരിസരമൊക്കെ ഒന്ന് രസമാക്കി ഇടുമ്പോൾ നല്ല ഭംഗിയാണ്. പുതിയ പൂമുട്ടുകളൊക്കെ കണ്ടു. പിന്നെ കോവലിൻ്റെ വള്ളികളൊക്കെ പടർന്നു പോകുന്നതൊക്കെ കാണുന്നു. പിന്നെന്താണ്, നമ്മുടെ തക്കാളിക്കുട്ടൻ, അത് ഞാൻ പ്രത്യേകം കാണിക്കാവേ. പിന്നെ ഇത് നമ്മുടെ മുളക്, അതിനകത്തൊക്കെ ചെറിയ ചെറിയ പൂക്കളൊക്കെ ആയി. ഭയങ്കര രസം കാണാനൊക്കെ ഉണ്ട്. മഴയൊക്കെ പെയ്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗി. പിന്നെ ആണെങ്കിൽ തക്കാളിക്ക, ഈ തക്കാളിക്കൊരു സ്റ്റോറി ഉണ്ട്. ഞങ്ങളുടെ വീട്ടിലെ അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞൊരു പോത്തുണ്ടായിരുന്നേ. അപ്പോൾ അമ്മയാണെങ്കിൽ അവൻ്റെ ചാണകമൊക്കെ ഇങ്ങനെ അയത്തൊക്കെ കൊണ്ടിടുമായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് കിളിച്ച് നിന്നൊരു തക്കാളി തൈയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പുക്കുട്ടനായിട്ടാണ് അമ്മ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു തക്കാളി തൈയുടെ കഥ. പിന്നെ വേറെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? കമൻറ്റിൽ രേഖപ്പെടുത്തണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.